ഹലോ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ദുബായിലുള്ള ഫിഷ് മാർക്കറ്റിലേക്ക് പോന്ന ഈ ഫിഷ് മാർക്കറ്റിൻ്റെ ഒരു വീഡിയോ ഞാൻ റീൽസായിട്ട് ഇട്ടിരുന്നു. ആ റീൽസായി ഇട്ടിട്ട് കുറേ കമൻറ്റൊക്കെ വന്നിരുന്നു ഇതിൻ്റെ ഫുൾ വീഡിയോ എന്താ ഇടാത്തതെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ അതിൻ്റെ ഫുൾ വീഡിയോ ആണിത്. അപ്പോൾ ഞങ്ങളിങ്ങനെ നടന്ന് പോരുമ്പോൾ രാത്രിയാണ് ബോട്ടിൽ നിന്ന് നേരെ പാകിസ്ഥാനികളാന്ന് തോന്നുന്നു മീൻ ഇറക്കുന്നത് കണ്ട് അങ്ങനെ ഓരോ അറബിയയിൽ മീനും കയറ്റിയിട്ട് അങ്ങനെ പോകുന്നത് കണ്ടു. അങ്ങനെ കുറച്ച് നേരം അവിടെ അതും കണ്ട് ഇങ്ങനെ നിന്ന് അതിൻ്റെ അപ്പുറത്തൊക്കെ റെസ്റ്റോറൻറ്റൊക്കെ ഉണ്ട് കേട്ടോ. അത് ആ റെസ്റ്റോറൻറ്റുകളും ഒക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഉള്ളോട്ട് പോയി, മീനിൻ്റെ ഉള്ളോട്ട്, ആ ലോകത്തേക്ക്. അവിടെ പോയി കുറേ സ്റ്റാളുണ്ട് കാലിയായി കിടക്കുന്നു. അത് കഴിഞ്ഞാൽ തോന്നുന്നു. പിന്നെ മീനുകളെ ഘോഷയാത്ര എന്ന് പറഞ്ഞാൽ ഘോഷയാത്രയാണ് അവിടെ, മാർക്കറ്റല്ലേ, അങ്ങനെയൊക്കെ തന്നെ കാരണം അങ്ങനെ സ്മെല്ലും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഒരു സ്മെല്ലും ഇതൊന്നും കാര്യങ്ങളൊന്നുമില്ല. നല്ല അടിച്ചുപൊളി നീറ്റാണ്. പിന്നെ അതേമാതിരി തന്നെ ഭയങ്കര വലിയ കച്ചവടക്കാരും കുറേ ഉണ്ട്, ഇന്ത്യകളായാലും ബംഗാളികളായാലും വേറുള്ളതൊക്കെ ആയാലും. പക്ഷെ എന്താ മീനിന് വിലക്കുറവൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാവരും അതന്നെ ഇവിടുന്ന് വരുന്നതാണ്. അപ്പോൾ അപ്പുറത്ത് നോക്കുമ്പോൾ ഒരു ഫിഷ് ടാങ്കിൽ ഫിഷുകൾ ജീവനില്ലേ അക്വേറിയത്തിൽ, അങ്ങനെ അതും കണ്ട് അപ്പോൾ അതും കണ്ടൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വേറെ മീനെ കണ്ടൊരു പാമ്പ് മാരില്ല, മഞ്ഞളിൻ്റെ ഒക്കെ ഒരു മാരില്ല. അതെന്ത് മീനാണെന്നുള്ള എനിക്ക് അറിയില്ല കേട്ടോ. ഇത് ഓരോ മീനിൻ്റെ പേരൊന്നും അറിയില്ല എനിക്ക്. ഞണ്ട്, അതേമാതിരി ഈ സാധനം എന്താണെന്നുള്ളത് എനിക്കും അറിയില്ല. ഇത് ഇതിൻ്റെ പേരറിഞ്ഞുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ടോ? കാരണം ഇതിൻ്റെ പേര് എനിക്കറിയില്ല എന്താണെന്നുള്ളത്. ഇത് ഓരോ വീഡിയോസിൽ കണ്ടുവെക്കുന്നല്ലാതെ ഇതിൻ്റെ പേര് ഇതൊന്നും എനിക്കറിയില്ല. പിന്നെ ഇത് കാളാഞ്ചിയാണ്, അങ്ങനത്തെ എന്താ മീനാന്ന് തോന്നുന്നു. എന്തോ മീനിൻ്റെ പേരൊന്നും വല്ലാതെ എനിക്ക് അവിടെ എഴുതി വെച്ചിട്ടൊന്നുമില്ല കേട്ടോ. നമുക്ക് ഈ സാധാ മീനുകളെ അറിയുള്ളൂ. കാരണം ഈ വലിയ മറ്റേ കടൽ മീനുകളെയൊക്കെ കുറച്ചൊക്കെ അറിയുള്ളൂ. പിന്നെ അതാ ചെമ്പല്ലി, പിന്നെ ചെമ്പല്ലികളും മറ്റേ മീനുകളൊക്കെ ഉണ്ട്, സീഡി, അത് കുറേ മീൻ. അതൊക്കെ ഇനിയിപ്പോൾ ഇവിടെ എന്താ പറയാന്നുള്ളതിന് എനിക്കറിയില്ല കേട്ടോ. നമ്മൾ നാട്ടിൽ പറയണമാതിരി പറഞ്ഞതാണ്. ഇതിൻ്റെയൊക്കെ ചകള പൊളിച്ച് വെച്ചിരിക്കുന്നത് അതിൻ്റെ ഫ്രഷ്നെസ് അറിയാൻ വേണ്ടിയിട്ടാണ് ആണ്. ഞാൻ ചോദിച്ചു അവരോട്, എന്തിനാണ് ഇതിങ്ങനെ ചകളങ്ങനെ പൊളിച്ച് വെച്ചിരിക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞതിൻ്റെ ഫ്രഷ്നെസ് വരുന്ന കസ്റ്റമറിന് ഇതിൻ്റെ ഫ്രഷ്നെസ് അറിയാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. നല്ല 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 ബിസിനസ്സുമാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതാ ഈ മീൻ നന്നാക്കാനുള്ള ഏരിയയാണിത്. ഇത് നമ്മൾ മീൻ മേടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ ഇവിടേക്കാണ് നന്നാക്കാൻ കൊടുക്കുക. അത് കഴിഞ്ഞ് അതിൻ്റെ അപ്പുറത്ത് ഇത് കയറി ഇറങ്ങാനൊരു ഷോപ്പിംഗ് കോംപ്ലക്സും പിന്നെ അതിൻ്റെ അപ്പുറത്ത് തന്നെ മീറ്റിൻ്റെ ഉണ്ട്. ഈ ഇറച്ചി, ഒട്ടകം, മൂരി, അങ്ങനത്തെ എല്ലാം അതിൻ്റെ കയ്യും കാലൊക്കെയാണ് കിടക്കുന്നത്. ആട്, എല്ലാ മീറ്റുകളും കിട്ടുന്നുണ്ട്. ആ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ ലഭിക്കുക. നിങ്ങളൊന്ന് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതിൻ്റെ നേരെ പുറത്ത് തന്നെയാണ് നമ്മൾ ഈ മസാലകളൊക്കെ ഉള്ളത്. കാരണം ഇന്ത്യയിലതായാലും പാകിസ്ഥാനിലതായാലും എല്ലാവരും ഉണ്ട്. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയുമായി കാണാം. അതുവരെക്കും ബൈ.